ബാക്കി പരിപാടികൾ തുടങ്ങാം. അല്ലട്ടോ, മാളികപ്പുറത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ പാട്ട് സീൻസിലൊക്കെ നിറഞ്ഞാടിയിട്ടുണ്ട്. അതൊക്കെ കാര്യമാണ്. പിന്നെ കുണ്ടലാമറത്ത് അമ്മായി ഏതാന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള പരിപാടിയൊക്കെ ഓക്കെയാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി അംസക്കുട്ടീൻ്റെ വീട്ടിൽ. അംസക്കുട്ടി നമ്മളൊരു ഫ്രണ്ടാണ്. അംസക്കുട്ടീൻ്റെ വീട്ടിൽ വ്ളോഗല്ല റീലെടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഞാനുണ്ട്, അങ്ങ് തോട്ടുമുക്കത്ത് നിന്നും ജിത്തുബായി ഉണ്ട്, പിന്നെ പ്രമോദേട്ടനുണ്ട്, പ്രവീൺ മോഹനുണ്ട്, എല്ലാവരും ഉണ്ട്, ഞാനുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ചോരക്കുട്ടപ്പഴം എന്ന് പറഞ്ഞ ഒരു കേസ് ഇന്ന് നമ്മളെ ഇവിടെ പല വ്യാഖ്യാനത്തില് കുറെ മരങ്ങളെ കേസ് പറഞ്ഞു. അതെ, ഇതാണ് മരം, ഇതേതാ മരം എന്നുള്ളൊരു അല്ല, അത് ചെളിയില്, ഇത് ഞാവൽപ്പഴം. ഒക്കെ ഈ ചോരക്കുട്ടപ്പഴം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞങ്ങൾ ചോരക്കുട്ടപ്പഴം നിങ്ങൾ സെർച്ച് ചെയ്ത് എടുത്തു. ശരിയാണ്. പക്ഷെ അങ്ങനെ ചോരക്കുട്ടപ്പഴം. ഈ പഴത്തിന് എന്തെങ്കിലും നാട്ടില് പേര് പറയാ? ചോരക്കുട്ടപ്പഴം പറഞ്ഞാല് ചില ഏരിയകൾക്ക് പേര് മാറും. അല്ല, നമ്മളെ ഇന്നത്തെ പരിപാടി എന്താ? ഇന്നത്തെ പരിപാടി കുറച്ച് റീല് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് 2-3 ആർട്ടിസ്റ്റുകളും കൂടി എത്താണ്ട്. മെയിനായിട്ട് ഇതാക്കണേ പ്രമോദേട്ടനും ജിത്തോ, പിന്നെ എന്താ ഹംസക്കുട്ടി ഉണ്ട്, പിന്നുള്ളത് നമുക്ക് 2 ഹംസ വാഴ വെക്കാൻ പോയതാണ്. ഇപ്പോൾ വരികയെന്നറിയില്ല, ഇപ്പോൾ വരും. ഇത് ഹംസക്കുട്ടിന്റെ വീടാണ്. അതെ, ഇതേപോലത്തെ ഒരു വീടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് പഴയ വീടൊക്കെ ഇങ്ങനെ ട്രെയിനിന്റെ ബോഗിയാവും. എത്രയും നീളണ്ടോ ഈ വീടുണ്ടല്ലോ, എത്രയും നീളണ്ട്. ഗൈസ്, നമ്മള് അപ്പോ ഇന്ന് ഇവിടുന്ന് റീലെടുക്കും. നമ്മൾ ആദ്യം ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഇനി നമ്മൾ ഇവിടെ മുതൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതില് അതിലൊരു കുഞ്ഞാവറ ക്യാരക്ടറിന്റെ വീടായിരുന്നു ഇത്. ഇവിടെ കുറെ പഴയ ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളൊരു ഏരിയ ആയിരുന്നു ഈ ഏരിയ. നമ്മളൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മളൊക്കെ ഷൂട്ട് ചെയ്ത ടൈമിൽ ഉണ്ടായിരുന്ന പരിപാടിയായിരുന്നു ഇവിടെ. ആ പഴയ ടൈപ്പൊക്കെ ആണ്, പഴയൊരു ടൈപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. യാ റബ്ബേ, ആരത് വരുന്നേ? യാ ഹൗലൗലാ. ഇതാണ് നമ്മളെ സ്വന്തം അംസക്കുട്ടി, അംസപ്പൊർളിയിൽ. ഹംസക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണെങ്കിൽ, അങ്ങ് 2018 കൊറോണയുടെ മുന്നേ റോട്ടിൽ മഹേഷിന്റെ പ്രതികാരത്തിന് റീക്രിയേറ്റ് ചെയ്ത് അവിടെ കുളിച്ച് വൈറലായ വ്യക്തിയാണ് ഹംസപ്പൊർളിയിൽ. അങ്ങനെ ഐഡന്റിറ്റി ഉണ്ടായ ആളാണ്. അതുകൂടാതെ മാളികപ്പുറം, പിന്നെ കത്തനാര്, പിന്നെ കുണ്ടലാമറ ഇയാളിത് ഗൈസ്. അപ്പൊ നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. അല്ലട്ടോ, മാളികപ്പുറത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ പാട്ട് സീൻസിലൊക്കെ നിറഞ്ഞാടിയിട്ടുണ്ട്. അതൊക്കെ കാര്യമാണ്. പിന്നെ കുണ്ടലാമറത്ത് അമ്മായി ഏതാന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ള പരിപാടിയൊക്കെ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് അങ്ങനെ തുടങ്ങാൻ പോവായിരുന്നു. ഇങ്ങനെ ഓരോരോ പ്രിപ്പറേഷനും കാര്യങ്ങളും വെച്ചിട്ട് ഇങ്ങനെ ഹരി ഓരോ പ്ലാനിങ്ങിലാണ്. ഞാനും പ്രമോദേട്ടനും നമുക്ക് എങ്ങനെ ഇത് എടുക്കണം എന്നുള്ള ഒരു ധാരണയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് ഹരി ജസ്റ്റ് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് വരാം ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് ഷോട്ട് ഞങ്ങൾ വെക്കാൻ പോവുകയാണ്. നല്ല രസമാണ്. ഇങ്ങനെ എന്താ പറയുക, നല്ല മൂഡായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായി പോയെങ്കിലും അധികം ലേറ്റാകാതെ തന്നെ ഞങ്ങളെ ഫസ്റ്റ് ഷോട്ട് വെച്ച് തുടങ്ങി. ഫസ്റ്റ് ഷോട്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ഹരിയുടെ പെർഫോമൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ നാച്ചുറലായിട്ടുള്ള ആക്ടിങ് ആണ് ഏറ്റവും മെയിൻ. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ദുശീലല്ല, നല്ലതാണ്. എനിക്ക് പെർഫെക്റ്റ് ആവണം ഓരോ ഷോട്ടുകളും എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അത് ഓരോ ഷോട്ടുകളും എനിക്ക് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഞാൻ അത് റിപ്പീറ്റേഷൻ, ഇപ്പോൾ 10 ആയാലും 15 ആയാലും ഞാൻ ഷോട്ട് റീടേക്ക് എടുത്തുകൊണ്ട് നിൽക്കും. അപ്പം എല്ലാവരും ഇങ്ങനെ വിശകലനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും മെയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ തന്നെയാണ് ചെയ്തു പോവാറ്. അങ്ങനെ സെക്കൻഡ് പല്ലൊക്കെ തേച്ച് സ്റ്റാർട്ട് ചെയ്ത് പല്ല് തേക്കുന്നത് ഷോട്ടിലൊരു ഒരു ഭാഗമായിരുന്നു. അങ്ങനെ അവൻ പല്ല് തേപ്പ് കഴിഞ്ഞു. പിന്നെ അവനോട് ഞാൻ ജസ്റ്റ് ഓരോ നെക്സ്റ്റ് ഷോട്ട് നമുക്ക് ഇത് പ്ലാൻ ചെയ്യാം,
എന്നിട്ട് അങ്ങനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ സാധനം. അങ്ങനെ ആ സമയത്ത് നമുക്കെല്ലാം ചിലപ്പം സ്പോട്ടിൽ നമുക്ക് ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമേ, ചെറിയൊരു സാധനം മാത്രമേ നമ്മളെ കയ്യിലുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം സ്പോട്ടിലാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ ഇതാ ഒരു കുളി. പിന്നെ അടുത്ത ഷോട്ടിൽ നമ്മൾ നെക്സ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്തത് അവൻ കിണറ്റിൻ്റെ കരയുന്ന ഒരു കുളി പ്ലാൻ ചെയ്തിരുന്നു. അപ്പം വൃത്തിക്ക് തന്നെ ചെയ്തു. ഞങ്ങൾ കുറേ കോമഡി അടിച്ചെങ്കിലും ആ കോമഡികളൊന്നും ഞങ്ങളിതിൽ ഇട്ടിട്ടില്ല. എന്നാലും നല്ല വൃത്തിക്ക് നമുക്ക് ആ ഷോട്ട് പ്ലാൻ ചെയ്യാനായി. നമ്മൾ എന്താണോ വിചാരിച്ചത് അവിടെ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താണോ വിചാരിച്ചത് അത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പ്രമോദേട്ടൻ അപ്പുറത്ത് വെയിലടിക്കുന്നുണ്ട്. വെയിൽ പറഞ്ഞാൽ ലൈറ്റ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് എപ്പോഴും പ്രമോദേട്ടൻ നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട്. തേയിലക്കാപ്പിയുടെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് നമ്മുടെ പ്രമോദേട്ടന്. അപ്പോൾ പ്രമോദേട്ടൻ അത്രയും നമ്മളെ ഹെൽപ്ഫുള്ളാണ് എല്ലാ കാര്യത്തിലും. കുറേ ഷോർട്ട് ഡിവിഷൻ ആയാലും പിന്നെ അതുപോലെ തന്നെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കേസിലായാലും എല്ലാം പ്രമോദേട്ടൻ നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഹരിയുടെ കണ്ണിൽ ഇപ്പോൾ സോപ്പ് പോയിട്ട് അവൻ അതിൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ പിന്നെന്താ അങ്ങനെ ഷൂട്ടിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജിത്തു ആണ് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജിത്തു അതാ കുശലം പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അംസക്കുട്ടിയുടെ ഓരോരോ ജസ്റ്റ് ബ്രേക്കാണ്. പുതിയ നമ്മൾ രഞ്ജു വന്നു ആ സമയത്ത്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഷോട്ട് പ്ലാൻ ചെയ്യുകയാണ് രഞ്ജുവിൻ്റെ. അങ്ങനെ എനിക്ക് ഒരു ഐഡിയ തോന്നിയത് ആ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലൊരു കണ്ണാടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്തായിരുന്നു. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാതെ ഹാളിൽ തന്നെ പ്ലാൻ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു മിറർ ഹാൻഡ് ചെയ്തു. ജസ്റ്റ് ഹരീനെ അവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഷോട്ട് നെക്സ്റ്റ് സീൻസിലെ ഫസ്റ്റ് ഷോട്ട് നമ്മൾ അവിടെ പ്ലാൻ ചെയ്തു. രസമുണ്ടായിരുന്നു. നല്ല ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഹരിക്കും അത് കോൺഫിഡൻ്റ് ആയി. എനിക്കതിലേറെ കോൺഫിഡൻ്റ് ആയി. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഒരു ഷോട്ടിന് വേണ്ടത് ലൈറ്റിങ്ങും പരിപാടികളാണ്. എന്നാലേ നമുക്കും അതൊരു കംഫർട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴത്താണ് വേറൊരു കോമഡി കണ്ടത്. പ്രമോദത്തിന് നല്ല വിശന്നിട്ടുണ്ട്. ഇടക്കരന്നാണ് വരുന്നത്. അപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചായ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കുടിക്കുന്ന സമയത്ത് തന്നെ പ്രമോദനോട് പറഞ്ഞു, പ്രമോദനെ കുടിച്ചോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. അങ്ങനെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. റീഷൂട്ട് പിന്നെയും വെച്ചു. നെക്സ്റ്റ് പ്ലാനിങ്ങിലേക്ക് പോയി. അടുത്ത ക്ലോസും. പിന്നെ ഈ ഷൂട്ടിൻ്റെ ഒരു മെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോട്ട് തന്നെ ചിലപ്പം ഒരു 3-4 തവണ ടേക്ക് എടുക്കേണ്ടി വരും. ഒരു ക്ലോസപ്പ്, വൈഡ്, മിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ഷോട്ടും വെക്കുന്ന ആളാണ്. നമുക്ക് എഡിറ്റിങ്ങിൽ പിന്നെ അത് തീരുമാനമാക്കാം, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ നമുക്കത് നല്ല ഷോട്ടുകൾ എടുക്കാമെന്ന് രീതിയിൽ ഞാൻ എല്ലാ ഷോട്ടുകളും വെക്കും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹരിക്കായാലും അത് കംഫർട്ടാണ്. അവന് കൂടുതൽ ഷോട്ടുകളാണ് അവനും വേണ്ടത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അടുക്കളയിൽ ഒരു ദോശ ചുടുന്നൊരു സാധനം പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ദോശ രഞ്ജു ചേച്ചി അങ്ങനെ ദോശ ചുടുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് മേലെന്ന് പ്രമോദേട്ടൻ ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കെല്ലാവരും ഈ പ്രമോദേട്ടനായാലും ഹരി ആയാലും ഹംസക്കുട്ടി ആയാലും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒരു ഷോട്ട് പ്ലാൻ ചെയ്യാനാണെങ്കിലും ലൈറ്റ് വെക്കാനാണെങ്കിലും ഒരു മടിയും കൂടാതെ നമ്മളെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത്രയും നമുക്ക് കംഫർട്ടായിരിക്കും ഓരോ ഷോട്ട് പ്ലാൻ ചെയ്യാൻ, പിന്നെ ഒരു വിഷ്വൽ എടുക്കാനും. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഹരി നല്ല കഴിക്കലാണ്. ഇതെല്ലാം ഷോട്ടിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ വോയിസ് അല്ലെങ്കിൽ ഡയലോഗ്സ് ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഡയലോഗ്സ് എല്ലാം തേയിലക്കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് നമ്മളെ മെയിൻ അക്കൗണ്ട്. ഇതിൻ്റെ സബ്ബാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും തേയിലക്കാപ്പിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും പോയിട്ട് ഇതിൻ്റെ ഫുൾ വിഷ്വൽ അതിലുണ്ട്. ഫുൾ എന്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അതതിലുണ്ട്. ഇപ്പോൾ ഒരു 500K ഒക്കെ ആയിട്ട് അത് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റീച്ച് ഉണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണുക. ലാസ്റ്റ് എൻഡിങ് ഷോട്ടായിരുന്നു ഇത് രഞ്ജു ചേച്ചീൻ്റെ. നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ ഒരു ഷോട്ട് പ്ലാൻ ചെയ്യാവുന്ന രീതിയിൽ എടുത്തു വെച്ചൊരു ഷോട്ടായിരുന്നു ഇത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഈ ഒരു വിഷ്വലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സീനിലേക്ക് ഇത് കൂടുതൽ പ്രയോജനപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. വെറുതെ എടുത്തു വെച്ചതായിരുന്നത്. പക്ഷെ അത് ഭയങ്കര യൂസ്ഫുള്ളായി എന്നുള്ളതാണ്. നമ്മൾ എഡിറ്റിങ്ങിലാണ് നമ്മളെല്ലാം പരിഹരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഷോട്ടുകൾ വേണമെന്ന് എനിക്ക് തോന്നി. ഞാൻ വെറുതെ എടുത്തു വെച്ചൊരു സാധനമായിരുന്നത്. ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ റീലും BTSും റീലിൻ്റെ BTSും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് BTSിലൂടെ കാണാം.